പുതുവർഷം പിറന്നതോടുകൂടെ മലയാളത്തിലടക്കം പുതിയ റിലീസുകളാണ് വന്നിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നുമുണ്ട്. പുത്തൻ റിലീസിനിടയിലും ക്രിസ്മസ് റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പടങ്ങൾ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ചിത്രങ്ങളുടെ ബുക്കിംഗ് വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ വിറ്റുപോയ ടിക്കറ്റുകളുടെ കണക്കാണിത്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ട് പ്രകാരം ഡിസംബർ 5-ന് റിലീസ് ചെയ്ത പുഷ്പ 2 ഇപ്പോഴും 1-ാം സ്ഥാനം തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 65,000 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. തൊട്ടു പിന്നാലെയുള്ളത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടൊവിനോ തോമസ് ചിത്രം ഐഡന്റിറ്റിയാണ്. ഹോളിവുഡിലും ഇന്ത്യയിലും അടക്കം വൻ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന മുസാഫയെ മറികടന്ന് ടൊവിനോ പടം 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സാഗ് മിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 3100 കോടിയാണ് മുഫാസ ഇതുവരെ നേടിയിരിക്കുന്ന ആഗോള കളക്ഷൻ. 51,000 ടിക്കറ്റുകൾ ഐഡന്റിറ്റിയുടേതായി വിറ്റഴിഞ്ഞപ്പോൾ മുസാഫയുടെ 49,000 ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത്. 4-ാം സ്ഥാനത്ത് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയാണ്. 24 മണിക്കൂറിൽ 39,000 ടിക്കറ്റുകളാണ് മാർക്കോയുടേതായി വിറ്റുപോയിട്ടുള്ളത്. അതേസമയം ഐഡന്റിറ്റിക്ക് മികച്ച പ്രതികരണമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന 24 മണിക്കൂറിൽ ഒരുപക്ഷെ പുഷ്പ 2-നേക്കാൾ ടൊവിനോ പടം ബുക്കിംഗ് നേടാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ.